ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ദിവസത്തിൻ്റെ തലേ ദിവസമാണ് ഇന്നത്തെ ദിവസം. മനസ്സിലായില്ല അല്ലേ? നാളെ ഏപ്രിൽ 23 ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് കാല് വയ്ക്കാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ അതിൻ്റെ തലേ ദിവസമാണ്, 1 day before ദ പാല് കാച്ചൽ. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഫുള്ള് ഓട്ടമായിരിക്കും, ഓട്ടമായിരിക്കും, പടയോട്ടമായിരിക്കും, അല്ലെങ്കിൽ നെട്ടോട്ടമായിരിക്കും. അപ്പം ഓരോരുത്തർക്കും ഓരോ ടാസ്കുകളാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. അച്ഛൻ അമ്മയ്ക്കെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് വീട് ക്ലീനിങ്, അവിടുത്തെ പൂവറക്കൽ, കായറക്കൽ, അങ്ങനത്തെ കുറേ പൂജ സംബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ടാസ്കുകളാണ് അവർക്ക്. എനിക്കും മാളവിനും ഉള്ള ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ഷോപ്പിംഗ്, അതായത് കണ്ടമാന കടകളിലെല്ലാം കയറിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്നതാണ് ടാസ്ക് 1. ആൻഡ് ടാസ്ക് 2 എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമ്മുടെ ഈ വീട്ടിൽ നിന്ന് അത്യാവശ്യം എടുക്കേണ്ട സാധനങ്ങൾ. ഇവിടെ വേറെ സാധനങ്ങളൊന്നുമില്ല. ടി വി ആണെങ്കിൽ അടിച്ചു പോയി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഫ്രിഡ്ജ്, ഒരു വാഷിംഗ് മെഷീൻ. ബാക്കിയുള്ള സകലമാന പഴയ സാധനങ്ങളിൽ നിന്ന് ഇപ്പോൾ എടുക്കേണ്ട ഇതെല്ലാം കയറി കഴിഞ്ഞിട്ട് എടുത്താൽ മതി, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ അത് ചെയ്യണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീസിങ് പ്രോബ്ലം, ശ്വാസകോശം സംബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന്. യെസ്, എനിക്കത് അങ്ങനെ ഒരു അസുഖമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര ബോറായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ ശ്വാസം എടുക്കുമ്പോഴത്തേക്ക്. പിന്നെ ഞാൻ പൊതുവേ കൂടുതൽ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ഒരാളാണ്. അത് ഞാനെന്നല്ല, ഒട്ടുമിക്ക തിരുവനന്തപുരംകാരും നല്ല സ്പീഡിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു സംഭവം ലാസ്റ്റ് വീഡിയോയിലാണ്, ലാസ്റ്റ് കുറച്ച് നാളുകളായിട്ടാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത്. അതും നിങ്ങളുടെ കമൻറ്റ് വായിച്ചപ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ വീഡിയോസ് അധികം കാണത്തില്ല. ഞാൻ ഇങ്ങനെ ഓക്കെ പറഞ്ഞു പറയുമ്പോൾ എനിക്കത് കൂടുതൽ കണ്ട് ഇതായപ്പോഴത്തേക്ക് ശീലമായിപ്പോയി. പക്ഷേ ലാസ്റ്റ് കുറേ സംഭവം നാളുകളായിട്ട് ഇങ്ങനെ ഓരോ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ വലിക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് ഈ നാളത്തെ ദിവസം 23 കഴിഞ്ഞിട്ട് എനിക്ക് ആശുപത്രിയിൽ എവിടെയെങ്കിലും പോയൊന്ന് കാണിക്കുക, അഡ്മിറ്റ് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ അതൊക്കെ നാളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്കത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ പേര് എന്നെ എൻ്റെ 4ാമത്തെ 5ാമത്തെ വ്ളോഗിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ബ്രോ അത് കൊണ്ട് കാണിക്കണമെന്ന്. അന്ന് ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. പിന്നീട് അത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ കുറച്ച് സംസാരം എൻ്റെത് സഹിച്ചേ പറ്റുള്ളൂ. കാര്യം എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ നിലവിൽ. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം രാവിലെ തൊട്ട് പരിപാടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയോ? നാളത്തെ ആവശ്യത്തിനുള്ള സാധനം മേടിക്കാൻ വേണ്ടി ലിസ്റ്റും കൊണ്ട് പോവാ. ഇതെന്തിനടി കടലാസല്ല, ഇത് കള്ളാസാണ്. കള്ളാസ് എന്തിന്റെ? നാളെ മേടിക്കുന്ന സാധനത്തിന്റെ ലിസ്റ്റാണ്. ലിസ്റ്റ് 2 രണ്ടെണ്ണുണ്ട്. ഒന്ന് പൂജാരി മേടിക്കാൻ പറഞ്ഞ കുറെ തേങ്ങ, മാങ്ങ, അങ്ങനെ കുറെ സാധനങ്ങൾ. ഇത് എന്റെ സ്വന്തം ആവശ്യത്തിനുള്ള പേഴ്സണൽ ലിസ്റ്റ്. സോപ്പ്, ചീപ്പ്, പല്ല് തോണ്ടി, ചെവി തോണ്ടി, അങ്ങനെയുള്ള കുഞ്ഞു ചീപ്പ് ഐറ്റംസ്, കച്ചറ സാധനങ്ങൾ. പക്ഷേ അച്ഛൻ പൂജയുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ, അതാണ് മെയിനായിട്ട് മേടിക്കാനുള്ള, അതിനുള്ള പൈസയാണ് തന്നിട്ടുള്ളത്. അതിനുള്ള പൈസ അച്ഛൻ തന്നിട്ടുള്ളൂ. എണ്ണിപ്പറക്കി തിട്ടപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൽ ബാക്കി എന്തെങ്കിലും വരണമെങ്കിൽ നിനക്ക് ചെവി തോണ്ടിയാ, പല്ല് തോണ്ടി, അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാം. അതുകൊണ്ട് നിന്റെ ലിസ്റ്റ് തൽക്കാലം തത്തുപോയി. രാത്രി ഒരുപോലെ കണ്ണടക്കാതിരുന്ന് എഴുതിയുണ്ടാക്കിയ ലിസ്റ്റാണ്. അത് മേടിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാ ഇന്ന് മൊത്തം അരിച്ച് പറക്കി സകലമാന സാധനങ്ങൾ മേടിച്ചിട്ടാണ് തിരിച്ചു പോകാൻ. അപ്പൊ നമുക്ക് നേരെ കടയിലോട്ട് പോകാം. ആദ്യം നമ്മൾ മേടിക്കുന്നത് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പൂവ്, ഹാരം, അതൊക്കെയാണ്. പിന്നെ പടുക്കയിടേണ്ട ഐറ്റംസും. പിന്നെ മേടിക്കുന്ന സാധനം നമ്മൾ അപ്പ തന്നെ ടിക്കറ്റ് പോകും. കാരണം നമുക്ക് ഓർമ്മശക്തി ലേശം കൂടുതലാ. ആ കടയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന മാക്സിമം ഐറ്റംസ് മേടിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത കടയിലോട്ട് പോയി. ചേട്ടാ എന്തിനു മേടിക്കാനേട്ടാ? ഏത് ലിസ്റ്റ് ചേട്ടാ മേടിക്കണം? എന്റെ ലിസ്റ്റിൽ ടവലൊക്കെ ഉണ്ട്, ചേട്ടന്റെ ലിസ്റ്റിൽ അതില്ല. അങ്ങനെ എന്റെ ലിസ്റ്റിൽ ആദ്യത്തെ സാധനം മേടിച്ചു. പിന്നെ മാസങ്ങളായിട്ട് എന്റെ വാച്ചിന്റെ ബാറ്ററി ചത്തു കിടക്കണോണ്ട് ഇതുവരെ വന്ന സ്ഥിതിക്ക് അതും മാറ്റി. പാല് കാച്ചാൻ പറ്റിയ കലം തപ്പി ഇറങ്ങിയിരിക്കണം. ഇതാണ് അത് അച്ഛൻ അയച്ചു കൊടുത്തിട്ട് നോക്ക്, ഇത് മതിയാന്ന്. അത് അറിഞ്ഞിട്ട് വേണം ഇതിൽ ടിക്കിടാ ലിസ്റ്റില്. ഒരു ലിറ്റർ പാല്, ഒരു കവർ പാല് ഫുള്ള് കൊള്ളാൻ പറ്റിയ ഒരു കലം. ഓക്കെ, എന്തൊരറിഞ്ഞിട്ടാണോ എന്തോ ചെയ്തു നോക്കണത്. എന്തോ അടിക്കാന്ന്? മഞ്ഞളാ ചേട്ടൻ? എന്നാലും എടുത്ത് മണപ്പിച്ചു നോക്കി. എന്തിനത്? എന്നിട്ട് മനസ്സിലായ? മുളവിന്റെ അടുത്തല്ലേ നിന്നത്, അതുകൊണ്ടാണ്. അടുത്ത പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിരിക്കണ. അപ്പൊ എന്തിനൊക്കെ മേടിക്കണം? അച്ഛൻ മേടിക്കാൻ പറഞ്ഞല്ലേ? ചേട്ടി ഇപ്പൊ അവിയലിനാണോ സാമ്പാറിനാണോ മേടിച്ച? രണ്ടും കൂടെ ഒരു അവിയൽ പരുവത്തിൽ എടുക്കാൻ പറഞ്ഞു. ഓക്കെ. ഈ ചരിഞ്ഞുള്ള നടപ്പ് കണ്ടാ തോന്നും കുടുംബത്തിലെ മൊത്തം ഭാരം ആ കൈകളിലാണെന്ന്.
ഇനിയിപ്പോൾ വേണ്ടത് പായ വേണം, കരിക്ക് വേണം, പാല്, തൈര്, ഗോമൂത്രം പശുവിൻ്റെ അത് വേറെ, പിന്നെ പിന്നെ എന്താ ഈ ലിസ്റ്റങ്ങൾ ബാക്കിയുള്ളത് ടിക്കറ്റ് വരാം. പായ വെറും പായല്ല, പുൽപ്പായ. ആ പുൽപ്പായ. ഓക്കെ, അതൊക്കെ എവിടെയാണ് കട? കട എവിടെ? നമ്മൾ ഇത്ര നേരം ആ സൈഡിൽ പോയി, ഈ സൈഡിലോട്ട് പോയി നോക്കാം. ഇങ്ങനെ ആദ്യത്തെ പുൽപ്പായ കിട്ടി. ഓക്കെ, പിന്നെന്തര് തേങ്ങ അല്ല ഇപ്പൊ ഉള്ള ലിസ്റ്റിലുള്ളെല്ലാം കിട്ടിയാ? ഇനി വാഴയില, കരിക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ. തപ്പം. ഇതൊരു കപ്പേ? കപ്പയല്ല, തപ്പാം. തപ്പാന്നോ? അങ്ങനെ ഇപ്പൊ പഴമായി, തേങ്ങയായി, പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ഭരണി മേടിച്ച് പായ. പായ ഇവിടെ. അയ്യോ, പായ കടയിരിക്കണം, എടുത്തില്ല. ലിസ്റ്റ് എടുത്ത് പായ എടുക്കല്ലേ. അഞ്ഞിപ്പോ അതുവഴി പോയി മേടിക്ക. ഇവിടെ ഇപ്പൊ എന്തൊരു മേടിക്കാന്ന്? വാഴയില. ആ വാഴയില മേടിക്കാം. പായ തിരിച്ചെടുക്കാൻ പോകുന്നത്. ഇനി വേറെ എല്ലാം നമ്മളവിടെ വെച്ച് വളർന്നാ ഇല്ലല്ലേ? കൊറേ സാധനം ഉള്ളതുകൊണ്ട് മറന്നു. എന്തോന്ന് കണക്ക് കൂട്ടണ? അല്ല, അവിടെ 250 രൂപയായി. ഞാൻ 550 രൂപ കൊടുത്തു. അപ്പൊ ബാക്കി എത്ര? ചേട്ടാ എഞ്ചിനീയർ അല്ലേ, പറ. ഫോൺ കാണിച്ചു. അപ്പൊ അയാള് 200, 250, 300 രൂപ തിരിച്ചത്. അപ്പം കറക്റ്റ് ഉണ്ടല്ലേ? ഒന്നില്ലെങ്കിൽ കടയിൽ നിൽക്കുന്ന ആളല്ലേ? 250 മൈനസ് 250, അപ്പം 300 അല്ലേ? കറക്റ്റ് അല്ലേ? അത് തന്നെ, ഒന്നിലും വർഷങ്ങളായില്ല കട തുടങ്ങിയിട്ട്. അപ്പൊ കറക്റ്റ് ആയിരിക്കും. ഞാൻ ഇനി കാൽക്കുലേറ്റർ ഒക്കെ എടുക്കണം. അയാൾ പറഞ്ഞതിനേക്കാൾ 50 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് എനിക്ക് പിന്നീട് അയാൾ കണക്കൊന്ന് ബ്ലാങ്ക് ആയിട്ട്. എല്ലാത്ത കണക്കില്ല. ഇവിടെ അയ്യോ, പായെടുക്ക ഇപ്പോഴും മറന്നേന്. ആണോ? അതാ എടുത്തോപ്പാ, ഇപ്പോഴും മറന്നുപോയേന്. നമ്മളങ്ങ് പോവായിരുന്നു. അപ്പൊ പായെടുത്തല്ലേ, ഇനിയൊന്നും മറന്നില്ലല്ലേ? ശശിമാമന്റെ കടയിൽ കാര്യങ്ങൾ അറിഞ്ഞും കണ്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു കുടുംബസ്ഥനായിരിക്കുന്നു ഗൈസ്. ഈ രണ്ട് സാധനം മേടിച്ചപ്പോഴാ ബാക്കിയ വണ്ടിക്കകത്ത് നിറച്ച സാധനങ്ങളാണ് എല്ലാം. ഞാൻ നല്ല ക്ഷീണം, വെള്ളം കുടിച്ചിട്ടാ ഒന്നും വേണ്ട. ഇത്രയും സാധനം ഉണ്ടായിട്ടാ. അതവിടെ അപ്പോൾ ദാണ്ട ഗൈസ് 1.5 പേജിൻ്റെ ലിസ്റ്റിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ മാളുവിൻ്റെ ദാണ്ട ഇത് സോപ്പ് ചീപ്പ് ആക്രി ഐറ്റംസ്. ഇതിലാകെപ്പാടെ ടവല് 4 മേടിച്ചു. പിന്നെ എന്തൊരു ഹാങ്ങർ, ടങ് ക്ലീനർ, ബെഡ്ഷീറ്റ്, പില്ലോ കവർ, ബ്ലാങ്കറ്റ്, ഫ്ലോർ മാറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ ഇല്ല, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിച്ച്. ഇനി വേണ്ടത് കരിക്ക്. പിന്നെ വീട്ടിൽ വേറെ ഒന്നും വെച്ചിട്ടില്ല. പിന്നെ പാലും തൈര് എന്ന് പറയുമ്പോൾ ഇന്ന് ഫ്രിഡ്ജ് അവിടെ കൊണ്ടുവച്ചുകൊണ്ട് അനക്കാതെ കുറച്ച് നേരം വെക്കണം. അതുകൊണ്ട് അതും നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം മേടിക്കണം. പിന്നെ ഉള്ളത് കരിക്ക്, അച്ഛനും അമ്മയ്ക്ക് ഊണ്. ഇന്ന് വേറെ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ അവർ ഇന്ന് കംപ്ലീറ്റ് ക്ലീനിങ്, തുടപ്പ് പരിപാടി, അത് ഇത്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ ലിസ്റ്റിൽ തന്നിട്ടില്ലാത്തൊരു കാര്യമാണ് വാക്യൂം ക്ലീനർ. അത് നമുക്ക് സർപ്രൈസ് ആയിട്ടൊന്ന് വാങ്ങിച്ചു കൊടുക്കണം. അതെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ഉപകാരമായിരിക്കും. കാര്യം ഇന്നലെ മെനങ്ങാന്ന് ഉറക്കമില്ലാതെ കിടന്ന് ക്ലീനിങ് ആണ്. എപ്പോൾ ക്ലീൻ ചെയ്താലും അതിൻ്റെ ഇടയിലൊക്കെ ഇട്ട് തൂത്തുന്നു. എനിക്കൊരു മണിക്കൂർ കണക്ക് അത് തന്നെ സമയമാണ്. അപ്പോൾ നമുക്ക് പറ്റിയ ആ ഒരു സാധനം മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസമായിരിക്കും. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് കരിക്കും മേടിച്ച് അവർക്കുള്ള ഊണും മേടിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഫൈനലി നമ്മുടെ കരിക്ക് കിട്ടി. എത്ര കരിക്ക് വേണം? 6 കരിക്ക് വേണം. അത് എങ്ങനെ വെട്ടണം? എങ്ങനെ കൂർപ്പിച്ച് വെക്കണം. നമുക്കറിഞ്ഞൂടെങ്കിലും മാമൻ അറിയാം. അച്ഛനും അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് നമുക്കൊരു വാക്യൂം ക്ലീനർ കൊണ്ടുവിടുക. എന്നിട്ട് മേടിച്ച നോക്കട്ടെ, എൻ്റെ പ്രവർത്തന രീതിയൊക്കെ ഞാൻ നോക്കിയിട്ട് സാധനം കൊള്ളാമെങ്കിൽ മേടിക്കും, ഇല്ലെങ്കിലും മേടിക്കും. അങ്ങനെ പറഞ്ഞു. ഇത് അവർക്കുള്ള ഊണ്. ബാക്കി മേടിച്ച സാധനങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പോരട്ടെ. സർപ്രൈസ് സാധനം എടുക്കണ്ടേ? ടാസ്ക് 1 കംപ്ലീറ്റഡ്.
ഇതാണ്ട് ജോലി ചെയ്ത് ക്ഷീണിച്ച അമ്മയ്ക്ക് ഒരു സർപ്രൈസ് സാധനം. അമ്മ ചിലപ്പോൾ മനസ്സിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല ഈ സാധനം. മനസ്സിൽ പോലും നിങ്ങൾ ചിന്തിച്ച് കാണില്ല. നിങ്ങളുടെ മനസ്സറിഞ്ഞ് ആ മനസ്സ് വായിക്കാൻ കണ്ട എൻ്റെ ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിന് കൂടുതൽ എന്താ ഈ പറയുന്നത്? മിക്സിയാണെന്ന് മിക്സി മിക്സി മനസ്സിലായി. പ്രതീക്ഷയായിരുന്നു. സന്തോഷായില്ലേ? എല്ലാം നിങ്ങൾ പൈസ ഇല്ലേ? നിങ്ങൾ രാവിലെ തന്നുവിട്ട പൈസക്ക് വാങ്ങിച്ചോണ്ട് പാല് കാച്ചിനി ഇനി ഏകദേശം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കവേ ഒരു മുട്ടം പണി കെട്ടി. നമ്മൾ ബാത്റൂമിലത്തേക്ക് വേണ്ടി എടുത്ത ഗ്ലാസിൻ്റെ സൈസ് സ്വല്പം ഒന്ന് കൂടിപ്പോയി. അപ്പം ഇനി ഇത് കടയിൽ കൊണ്ടുപോയി നമുക്ക് വെട്ടി പിന്നെ അത് വിവൽ ചെയ്ത് മേടിക്കണം. റോഡിലാണെങ്കിൽ ആ ഒടുക്കത്തെ ബ്ലോക്കും. സമയം ഇപ്പം ഏകദേശം 6 മണിയായി. കടയടയ്ക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ ചേട്ടനാണെങ്കിലോ ഒടുക്കത്തെ ടെൻഷനടിയും പിന്നെ അതേ വണ്ടി ഓട്ടിക്കലും റോട്ടിലാണെങ്കിലോ ഒടുക്കത്തെ ബ്ലോക്കും. നമ്മൾ കൃത്യസമയത്ത് കടയിൽ എത്തുമോ? നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും കടക്കാർ അടച്ചിട്ട് പോകുമോ? പാല് കാച്ച് കൃത്യസമയത്ത് നടക്കുമോ? ഇതെല്ലാം അറിയുന്നതിനായിട്ടായി തിങ്കൾ മുതൽ വെള്ളി വരെ കാത്തിരുന്ന് കാണുക അരുൺ ജെ 24 എന്ന ചാനൽ. കൃത്യം 7 മണിയാകുമ്പോഴത്തേക്കും വീഡിയോ വരുന്നത്. കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് ആണ് നീ ഇപ്പോൾ വായിച്ചത്. നന്നായിട്ടുണ്ട്. ഇപ്പൊ പെർഫെക്ഷൻ കൂടിയില്ലേ? കറക്റ്റ് മറ്റേ അതുപോലെ ആയില്ലേ? അപ്പൊ എല്ലാരും കാണണേ. ഗ്ലാസ് എല്ലാം അങ്ങനെ റെഡിയാക്കി മേടിച്ചിട്ടുണ്ട്. ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത ഗ്ലാസ് നമ്മൾ കളഞ്ഞില്ല, അതും ഇങ്ങ് എടുത്തിട്ടുണ്ട്. വീട്ടിലെ കൊച്ചു കൊച്ചു ഓട്ടകളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. ഇനി സമയത്ത് വീടെത്തിയിട്ട് വേണം ഇതൊന്ന് ഫിറ്റ് ചെയ്യാൻ, അല്ലേ ചേട്ടാ? എത്തിച്ചില്ലെങ്കിൽ നാളെ ഗ്ലാസ് ഇല്ലാത്ത വീട്ടിൽ പാല് കാച്ചിട്ട് കയറാം. അത് വേണോ അതോ ഗ്ലാസ് ഉള്ള വീട്ടിൽ കയറണോ? എന്റെ അപ്പൊ തലേ ദിവസമായി ഇന്ന് എന്തൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇപ്പോഴും അതിന്റെ ജോലിയും കാര്യങ്ങളും മിററൊക്കെ സെറ്റ് ചെയ്ത് തീർന്നില്ല. അപ്പൊ അതിന്റെ പിറകെ ആയിരുന്നു. അപ്പൊ എന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് വന്നപ്പോഴത്തേക്ക് ഏകദേശം പൂജ തീരാറായി. ഞാൻ കുളിച്ച് റെഡിയായി ഒന്ന് ട്രെൻഡി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് ഏകദേശം പൂജ തീർന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കയറി എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ഗായ്സ്, ഇന്നത്തെ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെട്ടോട്ടമായിരുന്നു, അല്ലെങ്കിൽ പടയോട്ടമായിരുന്നു. മൊത്തത്തിൽ ഓടി ഓടി ഒരു പരുവായി, അടപ്പും പിത്തവും ഇളകിയിട്ടുണ്ട്. അമ്മാതിരി ഓട്ടമായിരുന്നു. ഇപ്പൊ ഇന്നത്തെ ദിവസം വീട്ടിൽ വേറെ ഒന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് പോയി ദോശയും കഴിച്ചിട്ട് മാളുവിന് ദോശ വേണമെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി. അമ്മ പിന്നെ അവിടുന്ന് പൂജയിൽ നിന്ന് കിട്ടിയ പായസമോ കഴിച്ചപ്പോഴത്തേ അമ്മയും അച്ഛനും ഹാപ്പിയായി. അതുകൊണ്ട് അവർക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതാണ്ട് ഇതിന്റെ ഇടയിലാണെങ്കിൽ ഒടുക്കലത്തെ മഴ, എങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മഴ. ഇതിന്റെ ആരംഭമാണ് എന്തോ. അങ്ങനെ മഴയിൽ പെട്ടുപോയി. അങ്ങനെ ഒരുവിധം അവിടെ ഒതുക്കി വെച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പൂവും ഹാരവും നാളത്തെ പൂജയ്ക്ക് ആവശ്യമുള്ളതും കയറാൻ ആവശ്യമുള്ള ചട്ടിയും കലവും. പിന്നെ ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. നേരെ നല്ല പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പൊ അത് വാങ്ങിക്കണം. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ആകെപ്പാടെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റിയത് ഒരു ഫ്രിഡ്ജും ഒരു വാഷിംഗ് മെഷീനും മാത്രമായിരുന്നു. പിന്നെ TV ഇവിടുന്ന് അടിച്ചുപോയി. പിന്നെ വേറെ അപ്ലയൻസസ് അങ്ങനെയായിട്ടൊന്നും ഇല്ല. അപ്പൊ ഇനി അവിടുന്ന് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ കുറെ ദിവസമായിട്ട് ഓട്ടോ ആയിരുന്നു. അപ്പൊ ഇതുവരെയായിട്ട് നേരെ ഒന്നും ഉറങ്ങിയിട്ടില്ല. അതാ ഇപ്പോഴും എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം മയങ്ങിപ്പോവും. പലരുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. ഞാനിപ്പോ അവിടെ പൂവും കായൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഓരോ കടയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പാലിയാശനാണല്ലേ, ഞങ്ങളും അതെ. ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിയും കാര്യമൊക്കെ. അപ്പൊ എല്ലാവരും ഈ ഒരു സമയത്ത് ഭയങ്കര ഓട്ടമാണ്. അപ്പൊ നാളെ പാലിയാച്ചാൻ പോകുന്ന എല്ലാവരുടെയും അവസ്ഥ ഓട്ടം തന്നെയായിരുന്നു. ഇനി നാളെ വീട്ടിൽ പോയി സ്വസ്ഥമായിട്ടൊന്ന് കിടന്നാൽ മാത്രമേ ഒരു ആശ്വാസം കിട്ടുള്ളൂ. എന്നാലും കിട്ടിയൊന്നുമില്ല. വീണ്ടും 1 മാസം എടുക്കും ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റായി വരാൻ. അപ്പൊ എന്തായാലും ഈ ഫുഡ് ഒന്ന് കൊണ്ടുപോയി മാളൂര് കൊടുക്കാം. അപ്പൊ 1 day before the പാല് കാച്ചൽ എന്ന് പറയുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നാളെ പോയി നമ്മൾ പാല് കാച്ചുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതിലേക്ക് see you.